ഹലോ കൂട്ടുകാരെ, ടൈംലെസ് ട്രാവൽ ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാമോ കൂട്ടുകാരി? ഇങ്ങോട്ട് നിന്ന് നോക്കൂ. കൂട്ടുകാരി ഇങ്ങനെ ഇരിക്കും. എടോ, നമ്മളിപ്പോൾ ഇരിക്കുന്നത് പാരഗണിലാണോ? എവിടെയാണെന്നറിയോ? പാരഗൺ എന്ന് പറയുന്ന പാരഗൺ, അതായത് കോഴിക്കോടിൻ്റെ അഭിമാനമായ പാരഗൺ ഇപ്പോൾ ബാംഗ്ലൂരിലും ഉണ്ട്. നേരെ ഓപ്പോസിറ്റിൽ നോക്കിയാൽ എംപയറൊക്കെ ഉണ്ട്. നമ്മളിവിടെ MG റോഡിൽ അർമാദിക്കുവാണ്. അയ്യോ, എനിക്ക് വയ്യ, ഞാൻ തന്നെ എന്നെക്കുറിച്ച് എന്തെല്ലാം പറഞ്ഞില്ല. താനൊന്ന് ക്യാമറ കൈമാറണോ? പറഞ്ഞോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഈ കോഴിക്കോടിൻ്റെ അഭിമാന നക്ഷത്രം ഇങ്ങനെ ബാംഗ്ലൂരിൽ വന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഷീനുവിനൊരാഗ്രഹം, ഇതെന്ത് ഈ കോഴിക്കോടൻ ബിരിയാണിയിൽ ഇത്ര വലിയ കാര്യം, ഞാൻ പറഞ്ഞൊന്ന് കഴിച്ചു നോക്കിയാലേ അറിയത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ പാരഗണിൽ എത്തിയിരിക്കുകയാണ് കൂട്ടുകാരെ. ഒരു വെജ് ബിരിയാണി, ഒരു നോൺ വെജ് ബിരിയാണിയും പറഞ്ഞിട്ടുണ്ട്. രണ്ടിൻ്റെയും അഭിപ്രായം ഞങ്ങൾ ഉടനെ അറിയിക്കുന്നതായിരിക്കും. ഇവിടെ ഇതൊന്ന് നോക്കണോ, ഇതെന്ത് രസമുണ്ട് കാണാൻ. നല്ല ലൈറ്റിംഗ് ഇല്ലേ? ഇടോ നല്ലതാണ്. ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, അപ്പൊ നമുക്ക് അവരൊന്നും കാണിക്കാൻ പറ്റില്ല. എന്നാലും ഇന്റീരിയർ കാണാനൊക്കെയാണോ? അതൊക്കെ കാണിച്ചു. ഇങ്ങനെയൊക്കെയാണ് എന്റെ പരിപാടി. അപ്പൊ നമ്മളിങ്ങനെ ഫുഡ് വെയിറ്റ് ചെയ്തിരിക്കുക. നമ്മുടെ മുമ്പിലിരിക്കുന്ന വെറും ജ്യൂസാണ്, വെറും ജ്യൂസ്. ജ്യൂസാ നമ്മുടെ സംഭവങ്ങൾ വന്നു. കൂട്ടുകാരെ, ഇതാണ് പാരഗൺ വെജ് ബിരിയാണി, പാരഗൺ നോൺ വെജ് ബിരിയാണി. ഇവിടെ ഒരാൾക്ക് ആക്രാന്തം കയറി ദേ ഇട്ടോണ്ടിരിക്കുക. അതിൻ്റെ കൂടെ റൈത്തയുണ്ട്, അച്ചാറുണ്ട്, പിന്നെ ചമ്മന്തിപ്പൊടിയുണ്ട്, പപ്പടമുണ്ട് കേട്ടോ. നമ്മൾ ഇപ്പോൾ കഴിച്ചിട്ട് ഉടനെ അറിയിക്കുന്നതായിരിക്കും. ഷീനുവേ, അത് ഇളക്കി കഴിക്കണ്ടായിരുന്നോ? അതിനകത്ത് മസാല എല്ലാം ഇരിക്കുന്നു അങ്ങനെ തന്നെ. കണ്ടോ? ഇതാണ് പറയുന്നത് ആക്രാന്തം കൂടിയാലുള്ള കുഴപ്പം. ശരി, നടക്കട്ടെ. അപ്പോൾ അയ്യോ, ദേ വരുന്നു. കുത്തി. അയ്യോ, ഇതൊന്ന് കഴിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു നഷ്ടമായിരിക്കും കേട്ടോ. ഈ ഒരു സംഭവം എന്ന് പറയുന്നത് വളരെ 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 ടേസ്റ്റിയാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കഴിക്കണം കേട്ടോ. പൊളി എന്നാണ് ഇവിടെ പറയുന്നത്. നോൺ വെജ് ഞാനും അതൊക്കെ തന്നെയാണ് പറയുന്നത്. അപ്പം നമ്മൾ കഴിച്ചിട്ട് തിരിച്ചു വരാമേ കൂട്ടുകാരെ. നമ്മൾ ഈ പാരഗൺ ബിരിയാണി എന്ന് പറയുന്ന കടയിൽ ബിരിയാണി മാത്രമല്ല കേട്ടോ, എല്ലാം കിട്ടും ഇവിടെ. അപ്പം, പിന്നെ പത്തിരി, മറ്റേ നോൺ വെജ് വെജ് എല്ലാ ഐറ്റംസും, അതായത് നാട്ടിൽ നമുക്ക് കിട്ടുന്ന എല്ലാ സംഭവങ്ങളും നമുക്ക് പാരഗൺ ബിരിയാണിയിൽ കിട്ടും. വളരെ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ വന്ന്, ഇവിടെ അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ അവിടേക്ക് അടുത്ത് ഏത് ബിരിയാണി, പാരഗൺ ബിരിയാണി അടുത്തുള്ളതെന്ന് വെച്ചാൽ അവിടെ പോയി കഴിക്കാൻ ശ്രമിക്കണം. വളരെ എന്താ പറയുക, വ്യത്യസ്തമായിട്ടുള്ള നാടൻ രുചികളാണ്. വ്യത്യസ്തമായിട്ടെന്ന് പറഞ്ഞാൽ വളരെ പാരമ്പരികമായ രീതിയിൽ തന്നെ അവർ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയാനുള്ള കാര്യം. അപ്പോൾ നമ്മളെല്ലാവരും പോയി ഇത് ഒന്ന് എൻജോയ് ചെയ്യണം. ലൈഫിൽ ഒരു 1 ടൈം എങ്കിലും ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കൂട്ടുകാരെ, ഈ നമുക്ക് ഈ തലശ്ശേരി ബിരിയാണി എന്നൊക്കെ പറയുമ്പോഴും പിന്നെ കോഴിക്കോട് ബിരിയാണി എന്നൊക്കെ പറയുമ്പോഴും നമുക്ക് തോന്നുക, നമുക്കവർ തരുന്ന ബിരിയാണിക്കകത്ത് ബ്രോയിലറാണെന്ന് നമ്മൾ വിചാരിക്കുക. പക്ഷേ ഇവിടെ ഉണ്ടല്ലോ നാടൻ ചിക്കനാണ് കേട്ടോ. അത് കഴിക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും. എന്തായാലും ജീവിതത്തിൽ നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണെന്ന് ഞാനിവിടെ ഇപ്പോൾ നിങ്ങളോട് പറയുന്നു. കേട്ടാൽ നിങ്ങൾക്ക് കൊള്ളാം. കൂട്ടുകാരെ, ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ പ്ലേറ്റിരിക്കുന്നത് കണ്ടോ, ഒരു തുള്ളി അവിടെ ഇവിടെയൊക്കെ. അപ്പം നിങ്ങൾ മനസ്സിലാക്കിക്കോണം, നല്ല നെയ്യിലുണ്ടാക്കിയ ബിരിയാണിയാണ് കേട്ടോ. അതുപോലെ നോൺ വെജിൻ്റെ ഉസ്താദ് എന്ന് പറയുന്ന ഷീനാണ്. ഷീൻ പറയുന്നത് ഇത് ഒറിജിനൽ ചിക്കനാണ്, മറ്റേന്താ നാടൻ ചിക്കൻ, മറ്റേതല്ല. അതാണ് അതിൻ്റെ ഒരു ലഗോണോ, അതെനിക്കറിയത്തില്ല. പക്ഷേ അത് എന്തായാലും ഈ ചിക്കൻ അത്ര അൺഹെൽത്തി അല്ല എന്നാണ്, നല്ലതാണെന്ന്. ടേസ്റ്റ് നല്ലതാണ്. ഫ്രഷ് ചിക്കനാണ്. നമ്മൾ ഫ്രഷ് ചിക്കൻ അല്ലെന്നുണ്ടെങ്കിൽ ഉടനെ നമുക്ക് മനസ്സിലാവും. അതായത് ആ പഴക്കം ചെന്ന സാധനത്തിൻ്റെ ഒരു അതെ, ആ ഒരു സംഭവം ഇല്ല. അത് എക്സ്പേർട്ടാണ്. അപ്പോൾ നമ്മൾ അതെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടോ. നമ്മൾ വേറൊരു തലശ്ശേരി ബിരിയാണി കഴിക്കാനാണെന്ന് ഒരു ദിവസം പോയിട്ട് ആഹാരം ഓർഡർ ചെയ്ത് സാധനം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അല്ലേ, അത് വായിൽ വെച്ചപ്പോഴത്തേക്ക് ഒരാൾക്ക് വല്ലാത്തൊരു മുഖഭാവം മാറ്റം. അപ്പം ഞാൻ വിചാരിച്ചത് എന്ത് പറ്റി,
അത് ഒരു വല്ലാത്തൊരു സ്മെല്ലാണ്. ഏതൊരു കെട്ട മണം, ഭയങ്കര സ്മെല്ല്. അപ്പോൾ തന്നെ നമ്മൾ അവരെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് വേണ്ട, നോർമൽ നാടൻ മീൽ മതി, ഇത് വേണ്ടാന്ന് പറഞ്ഞു. ഫ്രഷ് അല്ലാന്ന് പറഞ്ഞു കേട്ടോ. പക്ഷെ അവർക്കൊരു മുഖഭാവഭേദവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കഴിക്കുന്ന കുറേ പേര് അവിടെ ഉണ്ടായിരുന്നു, കുറേ സ്റ്റുഡൻസും അങ്ങനെയൊക്കെ ഉള്ളവർ. അവരൊക്കെ അറിയുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. പക്ഷെ അവർക്കൊക്കെ എന്ത് സംഭവിച്ചൊന്നും അറിയില്ല കേട്ടോ കൂട്ടുകാരെ. അവർക്ക് അറിയുന്നുണ്ടോ അതല്ലടോ, അവർക്ക് അറിയാമായിരുന്നോ നമുക്കറിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് അവർക്ക് പിന്നെ എന്ത് സംഭവിച്ചോ നമുക്കറിയത്തില്ല. എന്തായാലും ഞാൻ എൻ്റെ ഫുഡൊക്കെ കഴിച്ച് ഇത് ചിക്കൻ ആയതുകൊണ്ട് ഷീനും അതുമായിട്ട് മൽപ്പിടുത്തമാണ്. ഞാൻ പിന്നെ അങ്ങനെ അതെ എൻജോയ് ചെയ്ത് കഴിക്കുക കേട്ടോ. ഓരോ നുക്കും കോർണറും ഇങ്ങനെ എന്താ പറയുക, അങ്ങനെ കഴിക്കുക. അപ്പോൾ അങ്ങനെയായി. നമ്മൾ പോയേച്ച് പിന്നെ വരാം. ഇന്ന് പോയിട്ട് നാളെ വരാം. ഓക്കെ, ഒരു ബൈ പറഞ്ഞേരടോ. അയ്യോ, അതിൽ നിറച്ചത് ആഹാരം. ബൈ.